ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ തിരിച്ചൊരു ചൂട് കാപ്പി, ചെറിയൊരു തണുപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ചെറിയൊരു ട്രക്കിങ്ങിനൊക്കെ പോവാണ്. ഈ ഒരു ഹോട്ടലിൻ്റെ അടുത്ത് ചെറിയൊരു മലയൊക്കെ കുന്നുണ്ട്. അതിന് ട്രക്കിങ്ങിനൊക്കെ പോയിട്ട് രാവിലെ ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് തിരിച്ചു വരാം. എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. ഇതാണ് ജംഗിൾ എഡ്ജ് റിസോർട്ട്സ്. ഞങ്ങൾ ഇന്നലെ ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തത്. രാത്രി ഞങ്ങളുടെ റൂമൊക്കെ കണ്ടില്ലേ. ഇന്ന് രാവിലെ ഞങ്ങളൊരു ട്രെക്കിങ്ങിന് പോവുകയാണ്. ഇതുവരെ 2 കപ്പിളും കൂടി വരാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ കൂടി വെയിറ്റ് ചെയ്യണം. എല്ലാവരും കൂടിയാണ് നമ്മളിന്ന് പോകുന്നുണ്ടാവുക. ഇത്രയും പേരാണ് ട്രെക്കിങ്ങിന് വരണ്ടേ. ഞാൻ ഓടി മുമ്പ് പോയിട്ട് എടുത്തതാ. ഇത് ഉദയനാണ് നമ്മളെ ട്രെക്കിങ്ങിന് കൊണ്ടുപോകണത്. മുകളിലോട്ടാ പോകാൻ പോണേ. കയറാൻ അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് അവിടെ ഇറങ്ങുമ്പോഴാണ് ശരിക്കും പ്രശ്നം. സ്ലിപ്പ് ചെയ്ത് പോകും. ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാതിരുന്ന ഭാഗ്യം. പോട്ടെ. So you're working in Bangalore, and this is an outing for you, like weekend outing. It's his birthday tomorrow, so Whoa! Advance Happy birthday wishes. So how long you will be here? Tomorrow we'll be checking out. Okay. So how is Wayanad? It's a very nice place. We didn't plan for it actually. It was a sudden trip that we planned for yesterday morning. So I mean it's really relaxing and peaceful. Great. Enjoying the weather. Okay. So enjoy our Kerala to the most. നമ്മൾ ഇറങ്ങുമ്പോൾ നേരെ ഇറങ്ങരുത്. നമ്മൾ കാലിങ്ങനെ ചിരിച്ച് വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വീഴാതിരിക്കാൻ ഈസി എന്നൊക്കെ പറയണേ. നോക്കാം, ആഘാതം കുറയ്ക്കാം. ഇതൊക്കെ എന്ത്? അപ്പൊ ഞങ്ങള് ബിജുവേട്ടന്റെ കൂടെ ഈ റിസോർട്ട് ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി വന്നതാ. 7 ഏക്കറാണ് ആകെ ഉള്ളത് പ്രോപ്പർട്ടി. 4 പേർ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. സൈഡില് ടീ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്, ടീ ഗാർഡൻ. അപ്പൊ നമുക്ക് ഇവിടെ ഒക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഒന്നിച്ച് നടക്കും. ടീ എസ്റ്റേറ്റിനുള്ളിൽ കൂടെ ഒരു നടത്തം നടക്കും, ഒരു ട്രെക്കിങ് നടക്കും. അത് നന്നായിട്ട് ഒരു 2 ദിവസം അടിച്ചു പൊളിച്ച് ഇവിടെ താമസിക്കാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കും. പിന്നെ നല്ലൊരു ഇൻഫിനിറ്റി പൂളും ഉണ്ട്. അത് ശരിയാ. ഇനി നമ്മളതും കാണിച്ചു തരാം. ഇവിടെ ഒരു 7 റൂമും പിന്നെ ഒരു ഹണിമൂൺ കോട്ടേജും പിന്നെ 10ഓളം ടെന്റുകളും ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഇതൊരു പ്രൊമോഷന് വേണ്ടി പറയുന്നില്ല. ഞങ്ങൾക്ക് സംഭവം ഇഷ്ടമായി, ഈ പ്രോപ്പർട്ടി ഇഷ്ടമായി, ഇവിടെ നിന്ന് താമസം ഇഷ്ടമായി. അതുകൊണ്ട് പറയണ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ വന്ന് താമസിക്കാം. മോഹൻലാലിന്റെ സിനിമകളിലൊക്കെ കണ്ടു പരിചയമുണ്ടാവില്ലേ, ഷൂട്ടിംഗ് ലൊക്കേഷൻ ഫേമസ് ആയിട്ടുള്ള ആ വരിക്കാശ്ശേരി മലയിലാണ് രോഹിത്, നമ്മുടെ ഒറ്റപ്പാലക്കാരൻ. അതെ, വയനാട്ടില് നമ്മൾ എത്തിയത് വീണ്ടും ഒരു ഒറ്റപ്പാലക്കാരന്റെ അടുത്ത്. ഞാൻ ഇല്ല തന്നെയായിരുന്നു. അതെ, ഒരു 8th സ്റ്റാൻഡേർഡ് വരെ ഞാൻ അവിടെ നിന്നിട്ടാ പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു പർലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോ അവിടേക്ക് ഞങ്ങൾ മാറി. പിന്നെ അവിടെ തന്നെയായിരുന്നു. പക്ഷെ ഇല്ലാത്തത് തൊഴാനൊക്കെ പോകും. ഇപ്പൊ അവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ആറാട്ട് മോഹൻലാലിന്റെ. അപ്പൊ നമുക്കിനി അടുത്തത് അങ്ങോട്ടൊക്കെ ആക്കാം. ഒരു വരിക്കാശ്ശേരിക്കൊന്നും പോവാലേ. അപ്പോ ഈ ഒരു പ്രോപ്പർട്ടിയുടെ എല്ലാമായിട്ടുള്ള രാഖേഷേട്ടൻ, ഉണ്ണിക്കുട്ടേട്ടൻ. അപ്പൊ നമുക്ക് ഉണ്ണിക്കുട്ടനോട് ചോദിക്കാം, ഈ ഒരു സിറ്റുവേഷനിൽ കൊറോണയൊക്കെ ആയിട്ട് എന്താണ് ഇവിടുത്തെ ഒരു സംഭവം, എങ്ങനെയാണ് കണ്ടുപോണേ? അല്ല, ബേസിക്കലി ഞങ്ങളൊരു 9 മാസം 10 മാസം അടച്ചുകൂട്ടി. അടച്ചിട്ടായിരുന്നു. മാർച്ച് 22 മുതൽ
അല്ല ഫെബ്രുവരിയിൽ ഞങ്ങളത് കുറച്ച് റിനോവേഷന് വേണ്ടിയിട്ട് അടച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇതപ്പോൾ നവംബർ 20th ഞങ്ങൾ ഓപ്പൺ ചെയ്തത്. പക്ഷെ ഇപ്പോൾ എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇത്രയും കാലം വീട്ടിലിരുന്ന് മടുത്തോണ്ട് ഭയങ്കരമായിട്ട് ഈ റീജിയണൽ ക്ലയൻസ് വരുന്നുണ്ട്. ഇതിന് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ധാരാളം പേര് വരുന്നുണ്ട്. കരമനത്തോട് നദിക്ക് കുറുകെ ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുരസാഗർ ഡാം. ഞങ്ങൾ അവിടെയാണ് പതിക്കണത്. ബാക്കില് ബാണാസുര മലകളാണ്. ബാണാസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാബലിയുടെ മകനാണെന്നാണ് പറയപ്പെടുന്നത്, ബാണൻ. ഇവിടെ നല്ല തിരക്കുണ്ട്. ശരിക്കും ഇന്ന് ഞായറാഴ്ച അവിടെ നല്ല ക്രൗഡഡ് ആണ്. വരുന്നവർ നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം വരാൻ. പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സിൽ വരാൻ നല്ലത്. എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് കണ്ടുപോയൊരു സ്ഥലമാണ്. ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഇന്ന് നല്ല ക്രൗഡഡ് ആയിരുന്നു. മാത്രമല്ല ഇവിടെ വേറെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. സിപ്പ് ലൈൻ ഉണ്ട്. സിപ്പ് ലൈനിൽ ഇതിന് മുകളിൽ കൂടെ പിള്ളേർ അങ്ങോട്ട് ഇങ്ങോട്ട് പോണ് കാണുമ്പോൾ നല്ല രസം. പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ട്. നമ്മുടെ ഡാമിൻ്റെ ഉള്ളിൽ കൂടെ സ്പീഡ് ബോട്ടിൽ സഞ്ചരിക്കാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഡാമില്. ഞാനിവിടെ പണ്ട് വന്ന സമയത്ത് ഈ പോസ്റ്റ് ഉണ്ട്, ഇതേപോലത്തെ ഒരു പോസ്റ്റിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ കയറി നിന്നിട്ട് ആ പോസ്റ്റിൽ പിടിച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്. അത് നല്ല മഴ പെയ്യാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ മേഘങ്ങളിങ്ങനെ താഴേക്ക് വന്നിട്ട് ഏകദേശം ഇതുവരെ എന്തായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ കയ്യെത്ത മേഘത്തിൽ തൊടും എന്നുള്ള പോലെ അങ്ങനെയായിരുന്നു നിന്നിരുന്നത്. എനിക്ക് അതാണ് ഓർമ്മ ഈ ബാണാസുരസാഗർ ഡാമിൻ്റെ. നമ്മള് ബാണാസുരസാഗർ കണ്ട് തിരിച്ചു പോണ വഴിയാ. അപ്പൊ പോണ വഴിക്ക് പല സ്ഥലത്തും ഇതുപോലെ നല്ല വ്യൂസ് ഉണ്ട്. ബാണാസുരസാഗർ ഡാമിന്റെ റിസർവോയറിന്റെ പല ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അടിപൊളി വ്യൂ ആണ് കേട്ടോ പോണ വഴിക്കും. വയനാട് ധാരാളം കാപ്പിത്തോട്ടങ്ങളാണ് കണ്ടത്. നമ്മള് ഈ 2-3 ദിവസവും ഏറ്റവും അധികം കണ്ടത് കാപ്പിത്തോട്ട. വണ്ടി കൂടെ പോവാച്ച 2 സൈഡിലും കാപ്പിത്തോട്ടം, പിന്നെ ധാരാളം കവുങ്ങുകളും. ഇപ്പൊ നമ്മള് പോകാൻ പോണത് ടീ മ്യൂസിയത്തിലേക്കാണ്. വയനാട് ടീ മ്യൂസിയം. മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ ചായയുടെ ചരിത്രം നമുക്ക് മനസ്സിലാവും. ചരിത്രം മാത്രമല്ല എങ്ങനെയാണ് ചായ ഉണ്ടാകുന്നത്, ഇപ്പൊ എവിടെയൊക്കെയാണത്, എന്തൊക്കെ ഫുൾ വിശേഷങ്ങൾ നമുക്ക് ഈ മ്യൂസിയത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പോകാം. ആയിരുന്നില്ല വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഹാഫ് ഡേക്കുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ നമുക്ക് ഈ ടീ മ്യൂസിയം വന്ന് കാണാം. ഇവിടെ മുകളിൽ വന്നിട്ട് ടീ
കുടിക്കാം. പല വെറൈറ്റി കുറെ ചായകളുണ്ട്, നമുക്ക് ഏതാச்சுം സെലക്ട് ചെയ്ത് കുടിക്കാം. ചായപ്പൊടിയും കപ്പിപ്പൊടിയും ഒക്കെ വാങ്ങിക്കൊണ്ടുള്ളവർക്ക് അങ്ങനെ ആവാം. പിന്നെ ഇതിൽ നമുക്കൊരു പ്ലാന്റേഷൻ ടീ എസ്റ്റേറ്റ് കൂടെ അത് നടത്താം. ഇപ്പൊ ഇത് നമ്മുടെ മ്യൂസിയത്തിലെ ടീ ബാറാണ്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ചായ കുടിക്കാം. പ്ലസ് ഇതിൻ്റെ ഒരു ആംബിയൻസ് ഫുൾ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല തട്ടും പിന്നെ അതാ സീറ്റ് അതേപോലെ ഡെസ്ക് എല്ലാം നല്ല മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു കഫേയുടെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഞങ്ങളിത് ആ ഒരു തേയിലത്തോട്ടത്ത് കൂടെയുള്ള ഒരു നടത്തമാണ്. ഇവിടെ വന്ന് അതും ആവാം. നമ്മൾ ടീ മ്യൂസിയം ഒക്കെ കണ്ട് താഴേക്ക് ഇറങ്ങി ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇത് കൂടെ ഇങ്ങനെ നടക്കാം കുറച്ചു നേരം. അപ്പൊ അത് കുട്ടികളൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ദിവസം വന്ന് നമുക്ക് ചായയുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം അവിടെ. വയനാട് ശരിക്കും സൂപ്പറാണ്. ഒരു ഫുൾ പാക്കേജ് ആണ് വയനാട് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾക്ക്. എന്തൊക്കെയാ ഇവിടെ ഇല്ലാത്ത അല്ലേ? ഇവിടെ കാപ്പിത്തോട്ടങ്ങളുണ്ട്, തേയിലത്തോട്ടങ്ങളുണ്ട്, ഗുഹകളുണ്ട്, ഡാമുകളുണ്ട്, അമ്പലങ്ങളുണ്ട്, ട്രക്കിംഗ് ഉണ്ട്, സവാരികളുണ്ട്. ഒന്നും പറയണ്ട, ഇഷ്ടമാതിരി കാര്യങ്ങളാണ് വയനാട് ഇവിടെ കാത്തു വെച്ചിട്ടുള്ളത്. എല്ലാവരും വയനാട്ടിലേക്ക് വരും. പിന്നെ എല്ലാവർക്കും ബഡ്ജറ്റ് വൈസ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഇഷ്ടം പോലെ റിസോർട്ട്സും ചെറിയ ബഡ്ജറ്റിൽ മുതൽ അതും ആ രീതിയിലും പറ്റും. ഞങ്ങളുടെ വയനാടൻ യാത്ര ഇന്ന് അവസാനിക്കുകയായി. ചുരം ഇറങ്ങി ഞങ്ങളെ താഴേക്ക് വീണ്ടും ഒറ്റപ്പാലത്തേക്ക് പോവായി. കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടു, എന്നാ ഇനിയും കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇനിയും വരേണ്ടി വരും വയനാട്ടിലേക്ക്. എന്തായാലും ഞങ്ങളുടെ ഒപ്പം ഇതുവരെ യാത്ര ചെയ്ത ഞങ്ങളുടെ ഒപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഇനി ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവുക. മറ്റു സ്ഥലങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.